തൊഴിൽ സ്ഥലത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഇന്റേണൽ കമ്മിറ്റി എല്ലാ സ്ഥാപനങ്ങളിലും രൂപീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി തൊടുപുഴ നഗരസഭ ടൗൺ ഹാളിൽ നടത്തിയ ജില്ലാതല അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അംഗം. ഇടുക്കിയിൽ കുടുംബ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട്. കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതികളിൽ കൗൺസിലിംഗ് ലഭ്യമാക്കും. കൂടുതൽ കുടുംബ പ്രശ്നങ്ങളും കൗൺസിലിംഗിലൂടെ പരിഹരിക്കാൻ സാധിക്കുന്നവയാണ്. സ്ത്രീകളെ ചേർത്ത് പിടിച്ച് അവർക്ക് ആത്മവിശ്വാസം പകരുന്നതിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. ഇത്തരത്തിലുള്ള 3 കേസുകൾ ജില്ലാതല അദാലത്തിൽ തീർപ്പാക്കിയെന്നും വനിതാ കമ്മീഷൻ അംഗം പറഞ്ഞു. തൊഴിൽ സ്ഥലത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഇന്റേണൽ കമ്മിറ്റി എല്ലാ സ്ഥാപനങ്ങളിലും രൂപീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി പറഞ്ഞു. കൂടുതലും നമുക്ക് കൗൺസിൽ ചെയ്ത് ഒരു സൈക്കോളജിക്കൽ ആറ്റിറ്റ്യൂഡ് നമ്മൾ എടുത്താൽ മാറാനുള്ള പരിഹരിക്കാനുള്ള പ്രശ്നങ്ങളെ ഉള്ളൂ എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാറുള്ളത്. സാന്ത്വനം കൊടുക്കുക, സ്ത്രീകളെ ചേർത്ത് പിടിക്കുക, അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുക. ഇതിൽ കൂടെ പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിച്ചെടുക്കാൻ. അത് വളർന്നു വന്നാണ് ഈ കുടുംബ പ്രശ്നങ്ങളായി മാറുന്നത്. സ്വയം ഒരു സുരക്ഷിത ഇല്ലായ്മ തോന്നിക്കുകയാണ്. സ്ത്രീകൾക്ക് അവരെ വിശ്വസിക്കുന്നില്ല, അവരെ കരുതുന്നില്ല, അവരെ ഉപദ്രവിക്കുന്നു, ഇങ്ങനെയുള്ള ഭയം അവരുടെ ഉള്ളിൽ വരിക. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഡയറക്റ്റ്ലി അക്യൂസേഷൻ അവർ മാനസിക രോഗികളാണെന്നുള്ള രീതിയിലേക്ക് അവരെ ചിന്തിപ്പിക്കുന്ന സാഹചര്യങ്ങളാണ് ഈ കുടുംബ പ്രശ്നങ്ങളുടെ ചിലതിൻ്റെയൊക്കെ പശ്ചാത്തലം. അപ്പോൾ അതുകൊണ്ട് ആക്ച്വലി അവർക്ക് മാനസിക പ്രശ്നങ്ങളില്ല, അവർക്ക് പരിഹരിക്കാനുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞ് സാന്ത്വനപ്പെടുത്തി പോലീസിൻ്റെയും സൈക്കോളജിസ്റ്റിൻ്റെയും കൂട്ടായ സഹകരണത്തോടുകൂടെ 2-3 കേസുകൾ ഇന്ന് സോൾവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, സമാധാനപ്പെടുത്തി വിട്ടിട്ടുണ്ട്. വനിതാ കമ്മീഷൻ CI ജോസ് കുര്യൻ, കൗൺസിലർ ടീന, ഇടുക്കി വനിതാ സെൽ പോലീസ് ഓഫീസർമാർ തുടങ്ങിയവർ അദാലത്തിൽ പങ്കെടുത്തു. ആകെ 31 പരാതികളാണ് ജില്ലാതല അദാലത്തിൽ പരിഗണിച്ചത്. ഇതിൽ 15 പരാതികൾ തീർപ്പാക്കി, 2 പരാതികൾ DLSAയ്ക്ക് കൈമാറി, 3 പരാതികൾ കൗൺസിലിംഗിനും 3 പരാതികൾ പോലീസ് റിപ്പോർട്ടിനും അയച്ചിട്ടുണ്ട്.